മറ്റൊരു വാർത്തയിലേക്ക്. തദ്ദേശ സ്ഥാപനങ്ങളിലെ 28 വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകിട്ട് 6 മണിക്ക് അവസാനിക്കും. നാളെ രാവിലെ 10 മണിക്ക് വോട്ടെണ്ണൽ നടക്കും. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഈ 28 വാർഡുകളിലാണ്, അതായത് വയനാട് ഒഴിച്ചുള്ള സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും എല്ലാ ജില്ലകളിലും ഏതെങ്കിലുമൊക്കെ വാർഡുകളിൽ വോട്ടെടുപ്പ് നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഈ ഭരണം മാറുക അല്ലെങ്കിൽ എന്തെങ്കിലും നിർണായകമായ പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, തദ്ദേശ സ്ഥാപനങ്ങൾ ഏതെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ഈ ഭരണം നിശ്ചയിക്കുന്ന വോട്ടെണ്ണൽ വല്ലതുമുണ്ടോ? അതോ നമുക്ക് സാധാരണ ഒരു ഉപതെരഞ്ഞെടുപ്പ് മാത്രമായി കണ്ടാൽ മതിയോ? സാധാരണഗതിയിലുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പായി തന്നെ കരുതാം. പക്ഷേ ഈ ഡീലിമിറ്റേഷൻ അടക്കം വന്നുകൊണ്ട് ഇത്തവണ ഉള്ള പഞ്ചായത്തുകളിൽ പലതും അടുത്തവണ ഒരുപക്ഷെ ഉണ്ടാവാത്ത ഒരു സാഹചര്യമുണ്ട്. അതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ശ്രദ്ധേയമാക്കുന്നത്. 28 വാർഡുകളിൽ നടക്കുമ്പോൾ, ഈ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, ഈ കോർപ്പറേഷൻ വാർഡുകൾ മുതൽ സാധാരണ പഞ്ചായത്ത് വാർഡുകൾ വരെ ഈ കൂട്ടത്തിലുണ്ട്. കാസർഗോഡ് ജില്ലയിലെ മടിക്കൈ ഗ്രാമപഞ്ചായത്തിലെ കോളികുന്ന്, കയ്യൂർ, ചീമേനി ഗ്രാമപഞ്ചായത്തിലെ പള്ളിപ്പാറ വാർഡുകളിൽ ഇതിനകം തന്നെ എതിരില്ലാതെ LDF സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നതൊരു പ്രത്യേകതയാണ്. ഒപ്പം തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശ്രീവരാഹം, കൊട്ടാരക്കര നഗരസഭയിലെ കല്ലുവാതുകൽ, പത്തനംതിട്ട നഗരസഭയിലെ കുമ്പഴ നോർത്ത്, മൂവാറ്റുപുഴ നഗരസഭയിലെ ഈസ്റ്റ് ഹൈസ്കൂള്, അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിലെ അഞ്ചൽ, കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്തിലെ കൊട്ടാര തുടങ്ങിയ പ്രധാന തെരഞ്ഞെടുപ്പ് നടക്കുന്ന ചില ഡിവിഷനുകൾ അല്ലെങ്കിൽ ഈ കോർപ്പറേഷൻ വാർഡുകൾ കൂടിയുണ്ട്. ഇതിൽ ശ്രീവരാഹത്തെ ഉപതെരഞ്ഞെടുപ്പ് ഏതാണ്ട് ഒരു വലിയ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രതീതി ജനിപ്പിച്ചുകൊണ്ടാണ്. അതായത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് അപ്പുറം ഈ നഗരസഭ കോർപ്പറേഷൻ്റെ ഒക്കെ അപ്പുറമുള്ള ഒരു വാശിയും വീറുമൊക്കെ അവിടെ പ്രകടമായിരുന്നു. സംസ്ഥാനതല നേതാക്കളൊക്കെയാണ് അവിടെ പ്രചരണത്തിനിറങ്ങിയത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു പ്രത്യേകത നമുക്കറിയാം. ഈ ശശി തരൂർ വിഷയമൊക്കെ നിൽക്കുമ്പോൾ അവിടെ എങ്ങനെ ഇത്തരം പാറ്റേണുകൾ, ഈ വികസനവുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ പ്രതിഫലിക്കും എന്നത് ചർച്ചയാവുന്നു. ഒപ്പം ശ്രീവരാഹം ഡിവിഷൻ ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവില്ല. അതും ഒരു പ്രചാരണ വിഷയമായി അവിടെ ഉയർന്നു വരുന്നു. അതുകൊണ്ട് ഒരു മിനി തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഡ്രസ് റിഹേഴ്സൽ, അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ എത്രമാത്രം ആയി എന്നൊരു പരീക്ഷണം തന്നെ പലയിടത്തും നടത്തുന്നു. 28 വാർഡുകളിലെ തെരഞ്ഞെടുപ്പ് വലിയ നിർണായകം എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും ഈ ജയം ഏതെങ്കിലും മുന്നണിക്ക് അനുകൂലമായി കൂടുതൽ സീറ്റുകളിൽ വിജയമുണ്ടായാൽ അതൊരു പക്ഷേ ഈ സർക്കാരിനെതിരായ വിലയിരുത്തൽ അല്ലെങ്കിൽ സർക്കാരിന് അനുകൂലമായ വിലയിരുത്തൽ എന്നിങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാൻ കഴിയും. പ്രത്യേകിച്ചും ഈ വികസനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സംസ്ഥാനത്ത് വളരെ സജീവമായി നടക്കുന്ന ഒരു കാലമാണ്. ശശി തരൂരിൻ്റെ പരാമർശങ്ങൾ, അതിനോടുള്ള കോൺഗ്രസിൻ്റെ പ്രതികരണം, ഏറ്റവും ഒടുവിൽ ഈ ശശി തരൂർ ഡൽഹി പൊട്ടിച്ച വെടി, അതിനെ തുടർന്നുള്ള കോൺഗ്രസിലെ തുടർ ചർച്ചകൾ എന്നിവയൊക്കെ സംസാര വിഷയമാവുന്ന ഒരു ഘട്ടമാണ്. അതുകൊണ്ട് ഈ ശ്രീവരാഹത്തെ അടക്കം തെരഞ്ഞെടുപ്പ് ഫലം വലിയ ചർച്ചകളിലേക്ക് വഴിതെളിക്കും. കൂടുതൽ സീറ്റുകളിൽ വിജയിക്കാൻ കഴിഞ്ഞാൽ അത് സർക്കാർ വിരുദ്ധ വികാരമെന്ന് പ്രചരിപ്പിക്കാൻ പ്രതിപക്ഷത്തിനാവും. സർക്കാരിൻ്റെ വികസന പദ്ധതികൾ ജനങ്ങൾ അംഗീകരിച്ചതാണ് തെരഞ്ഞെടുപ്പ് വിജയത്തിന് കാരണമെന്ന് പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും പറയാൻ കഴിയും. ഒപ്പം BJP ഒരു വിജയം നേടിയാൽ അതൊരു പുതിയ ട്രെൻഡിലേക്കുള്ള നാന്ദി കുറിക്കൽ എന്ന രീതിയിലുള്ള അവകാശവാദങ്ങൾക്ക് BJPക്കും കഴിയും. അങ്ങനെ മൂന്ന് മുന്നണികളും ഏതാണ്ട് ശ്രദ്ധയോടുകൂടി തന്നെ ഉറ്റുനോക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. കാരണം സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിലായാണ് 28 വാർഡുകളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. രഞ്ജിത്ത്, അങ്ങനെ വയനാട് ഒഴിച്ചുള്ള എല്ലാ ജില്ലകളിലെയും ഏതെങ്കിലുമൊക്കെ വാർഡുകളിൽ നാളെ ഇന്ന് ഉപതെരഞ്ഞെടുപ്പാണ്. നാളെയാണ് ഇതുമായി ബന്ധപ്പെട്ട നാളെ 10 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. ഏതാണ്ട് നമുക്കറിയാം, ഈ വർഷം ഡിസംബറിലോടുകൂടിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് പൂർണ്ണതോതിൽ നടക്കുക. അതിന് മുൻപുള്ള ഒരു ഡ്രസ് റിഹേഴ്സലായി കൂടി ഈ തെരഞ്ഞെടുപ്പിനെ കാണണം. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്.